ബുഖാരി നോളജ് ഫെസ്റ്റിലെ ഈ വേദിയിൽ പൊളിറ്റിക്സ് ഓഫ് ഡീപോപ്പുലേഷൻ എന്നൊരു വിഷയമാണ് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ലോകം വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാൽ ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ചും പുരോഗമന ഇടങ്ങളെന്നും ലിബറൽ ഇടങ്ങളെന്നൊക്കെ പറയുന്ന പല വ്യവസ്ഥിതികളിൽ നിന്നൊക്കെ കരുതിക്കൂട്ടി ചർച്ചകളിൽ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ് ഇവിടെ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. തീർത്തും വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ലിബറൽ ജനാധിപത്യ സംവിധാനത്തിലേക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളും മറ്റുമൊക്കെ പോകുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരുയർത്തുന്ന പല മുദ്രാവാക്യങ്ങൾ, പ്രമേയങ്ങൾ, നിലപാടുകളൊക്കെ അതാണ് ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് ശരി, അതാണ് സയൻസ്. അത്തരത്തിൽ യൂറോപ്പിൽ നിന്നും മറ്റും വരുന്ന ആശയങ്ങളാണ് ഏറ്റവും കൃത്യമായത് എന്നൊരു ധാരണ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇങ്ങനെ പരക്കാറുണ്ട്. നമുക്ക് ഈ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും വൈജ്ഞാനികപരമായിട്ടുള്ള വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടും ആധുനികതയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കത് കാണാൻ പറ്റും. അത്തരം ഒരു അധികാര കേന്ദ്രീകൃതമായ ഒരാധിപത്യ മനോഭാവത്തിൽ നിന്ന് രൂപപ്പെടുന്ന ആശയങ്ങൾ ലോകത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും പരക്കുകയും അതാണ് കുറച്ചും കൂടെ ശരി എന്നൊരാശയത്തിലേക്ക് വരികയും ചെയ്തു. ഇങ്ങനെ ലോകത്തിലേക്ക് പടർന്നു പിടിച്ചിട്ടുള്ള ഒരാശയമാണ് ഡീപോപ്പുലേഷൻ. മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് ജനസംഖ്യാ നിയന്ത്രണം അല്ലെങ്കിൽ ജനസംഖ്യ ചുരുക്കൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡീപോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ആശയം ഇതേ രൂപത്തിൽ ഇത്തരം വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ആശയങ്ങളുടെ അജണ്ടകളിൽ നിന്ന് രൂപപ്പെട്ട് അതിനൊരു അധികാരത്തിൻ്റെ മേൽ കുപ്പായമൊക്കെ അണിഞ്ഞ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചിട്ടുള്ള ആശയമാണ്. ഇന്ന് അതിന് കുറച്ചും കൂടെ സൈദ്ധാന്തികപരമായ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫാക്ച്വൽ എന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിൽ പല കാര്യങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഡീപോപ്പുലേഷൻ എന്ന് പറയുന്ന ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്ന ഒരു ആശയം ലോകത്ത് വ്യാപിക്കുന്നത്. ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമായി പല ലോകരാജ്യങ്ങളുടെയൊക്കെ തലയിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. എന്താണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ള ഇത് പറയുന്ന മറ്റെല്ലാ പ്രതിസന്ധികളും നിലനിൽക്കെ തന്നെ ഇതൊരു ഭയങ്കരമായ ഒരു ഭാരിച്ച പ്രശ്നമായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ ഒരു വാദത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം ഒരു നടപടികളുടെ ഒരു പ്രായോഗിക തലം കൂടെ ഇവിടെ നടന്നു കഴിഞ്ഞു. വിവിധ രാജ്യങ്ങൾ ചിലപ്പോഴെങ്കിലും അതിക്രൂരമായിട്ടുള്ള നടപടികളൊക്കെ എടുത്തിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ചൈന പോലെയുള്ള മറ്റു പല ജപ്പാൻ പോലെയുള്ള മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങൾ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഒന്നിലധികം കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അത് അബോർഷൻ ചെയ്യണമെന്നും അത്തരത്തിൽ വലിയ നികുതികളും മറ്റൊക്കെ ഈടാക്കുന്ന രൂപത്തിൽ പോലും വലിയ ക്രൂരമായിട്ടുള്ള നടപടികൾ പോലും എടുക്കുന്ന ചില ചുറ്റുപാടുകൾ നമ്മുടെ നാടുകളിൽ, രാജ്യങ്ങളിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കടുത്ത നിയമങ്ങൾ രാജ്യത്തെ പൗരന്മാർക്ക് നേരെ പ്രയോഗിക്കുന്ന ഭരണകൂടങ്ങളുണ്ടായി ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട്. കുറച്ചുകൂടെ കാലങ്ങൾക്ക് ശേഷം ഇന്ന് അതിൻ്റെ ഒരു പുതിയ അപ്ഡേഷനിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ളത് വലിയൊരു പ്രത്യാഘാതമായി, അല്ലെങ്കിൽ അതിന് വലിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ജനസംഖ്യയിൽ ഇന്ന് അനുഭവപ്പെടുന്ന TFR റേറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിലനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ കുറച്ചും കൂടെ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കുന്നു. സാമ്പത്തികമായിട്ട്, സാമൂഹികമായിട്ട്, സാംസ്കാരികപരമായിട്ടൊക്കെ രാജ്യത്തെ വലിയ രൂപത്തിൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നത്തിൻ്റെ തുടക്കമായിട്ട് ജനസംഖ്യാ നിയന്ത്രണവും മറ്റുമൊക്കെ മാറിക്കഴിഞ്ഞു എന്നൊരു ചർച്ച കൂടെ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും.
ഇങ്ങനെയാണ് ഈ ഒരു ചർച്ച നമ്മൾ ആരംഭിക്കുന്നത്. നിലവിൽ അതിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഒരുപാട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ള ജനസംഖ്യാ നിയന്ത്രണത്തിലേക്ക് എത്തിക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ, എന്തൊക്കെ കാരണങ്ങളുടെ മറപിടിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ആശയം ലോകത്ത് വ്യാപിച്ചത്, അതിനകത്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ ചർച്ച ചെയ്യും. ദെൻ അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഏത് രൂപത്തിലാണ് സംഭവിച്ചത്, ഇനി വരും ഭാവിയിൽ പ്രത്യേകിച്ചും 2050 സാമ്പത്തിക ക്രമങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഒരു പ്രൊജക്ഷൻ പറയുന്നത് 2050 ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും എന്ന് പറയുന്ന രാജ്യങ്ങളിലേക്ക് അതിൻ്റെ റീസണായിട്ട് പറയുന്നത് ഏജിങ് പോപ്പുലേഷനും ജനസംഖ്യാപരമായിട്ടുണ്ടാകുന്ന അതിൻ്റെ ഇമ്പാക്റ്റുകളിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ചർച്ചയിൽ ആ രൂപത്തിലേക്ക് അതിൻ്റെ ട്രെൻഡുകളും കാരണങ്ങളും പ്രത്യാഘാതങ്ങളും പറഞ്ഞുകൊണ്ട് എന്താണ് ഈ ഒരു കാര്യത്തിൽ ലോകതലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കുറച്ചും കൂടെ സാക്ഷരരാണ് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രബുദ്ധരാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ കേരളത്തിലൊക്കെ ഈ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചർച്ച കൂടിയാണ് ഇവിടെ നമ്മൾ തുടരാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കാരണങ്ങളിലേക്കും മറ്റും കുറച്ചും കൂടെ ഡെപ്തിലേക്ക് കടന്നുകൊണ്ട് ഷഫീഖ് സിദ്ദീഖി ഉസ്താദ് സംസാരിക്കും. നമ്മൾ പൊളിറ്റിക്സ് ഓഫ് ഡീപോപ്പുലേഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പറയാൻ തുടങ്ങിയിട്ടുള്ളത്. ഡീപോപ്പുലേഷൻ എന്താണെന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിന നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത്തരം നമ്മുടെ ഡിസ്കോഴ്സുകൾ വ്യവഹാരങ്ങളുടെയൊക്കെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ചുറ്റുപാട് കൂടി അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം കൂടി അന്വേഷിക്കുന്നത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും മാൾത്തൂസിയൻ തിയറിയാണ് ഇതിന് ബേസായിട്ട് വന്നത്. 1798 ചരിത്രത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു ഇയറാണ്, ഒരു വർഷമാണ്. ആ സമയത്താണ് മാൽത്തൂസ് നെസ് ഓഫ് എസ്സേ ഓൺ പോപ്പുലേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനം എഴുതുന്നത്. വളരെ വലിയ വിവാദങ്ങൾക്ക് ആ ലേഖനം കാരണമായി. പിന്നീട് ഫ്രെഡറിക് എംഗൽസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വിനാശകരമായിട്ടുള്ള ഒരു ചിന്ത എന്നായിരുന്നു. പക്ഷേ രസകരമായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്രെഡറിക് എംഗൽസ് ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റത്തിന്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെതിരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദ ഒറിജിൻ ഓഫ് ഫാമിലി എന്നുള്ള പുസ്തകത്തിൽ ആ കാര്യം പറയുന്നുണ്ടായിരുന്നു. മാൽത്തൂസ് പറഞ്ഞ പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇൻക്രീസിങ്ങിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അതൊരു ഏറ്റവും വിനാശകരമായ ചിന്തയാണെന്ന് പറയുന്ന ആൾ തന്നെ ഫാമിലി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മളിതിനെ സമീപിക്കുന്നതിൻ്റെ ഒരു ബയാസ് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഇത്തരം എല്ലാ ആശയങ്ങളുടെയും ചർച്ചകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഇന്ത്യയിൽ കുറച്ച് മുമ്പ്, നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് ബ്രിട്ടീഷ് പീരീഡിൽ മെക്കാളെ ഇങ്ങോട്ട് വന്നത് നമുക്കൊക്കെ അറിയാം. മെക്കാളെ വന്നിട്ടുള്ളത് ഇവിടെ ഒരു വലിയൊരു ചർച്ച നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ സംവാദം നടക്കുന്ന സന്ദർഭത്തിലാണ് ലോർഡ് മെക്കാളെ ഇന്ത്യയിലേക്ക് വരുന്നത്. ചർച്ചയുടെ ബേസ് ഇതായിരുന്നു, ഓറിയൻ്റലിസം ഓർ ഓക്സിഡൻ്റലിസം എന്നുള്ള ഒരു ബേസ്. അതായത് ഇന്ത്യയിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇന്ത്യനിലെ അല്ലെങ്കിൽ ഈ ഒരു ഈസ്റ്റേൺ ലോകത്ത് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇവിടെയുള്ള ആശയങ്ങളാണോ, അതേപോലെ തന്നെ ഇവിടെയുള്ള മീഡിയ ആണോ, അതല്ല വെസ്റ്റേൺ മീഡിയ ഉപയോഗിച്ചാണോ പഠിക്കേണ്ടത്, വെസ്റ്റേൺ കോൺസെപ്റ്റുകളാണോ പഠിപ്പിക്കേണ്ടത് എന്നുള്ള ഡിബേറ്റായിരുന്നു ആ സമയത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് പരിഹരിക്കാൻ വന്ന മെക്കാളെ പറഞ്ഞ വാക്യങ്ങൾ അയാൾ വളരെ പാർഷ്യലായിട്ടാണ് അന്ന് ആ നിലപാടെടുത്തത്. ആ നിലപാടിൽ അയാളന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്, ഈസ്റ്റേൺ വേൾഡിലുള്ള അറിവുകൾ, ആശയങ്ങൾ ഇതൊക്കെ നമുക്ക് വെസ്റ്റേൺ വേൾഡിലുള്ള ഒരു ഷെൽഫിലേക്ക് ഒതുക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ ഒരു കൾച്ചറൽ ഹെഗ്യമണിയുടെ ഒരു സാംസ്കാരിക അഹന്തയുടെ പുറത്താണ് എല്ലാ സബ്ജക്റ്റുകളിലും എല്ലാ വ്യവഹാരങ്ങളിലും സമീപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് പക്ഷെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. മോഡേണിസം വളരെ വ്യാപകമായിട്ട് യൂറോപ്പിൽ അതിങ്ങനെ പ്രചരിച്ചു, അതിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ സംവേദനം ചെയ്യപ്പെട്ടു.
അവരതിൻ്റെ ഡീമെരിറ്റ്സ് മനസ്സിലാക്കി പോസ്റ്റ് മോഡേണിലേക്ക് പോയപ്പോൾ നമ്മൾ മോഡേണിസത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും നമ്മുടെ MTയുടെ മഞ്ഞിൽ വിമല എന്ന് പറയുന്ന കഥാപാത്രം നമ്മളെല്ലാവരും വായിച്ചതാണ്. വിമലയുടെ ഫാദർ മരിച്ചിട്ട് വിമലയ്ക്ക് ഒരു ഇമോഷണലായിട്ട് ഒരു കരച്ചിൽ വരാത്തൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ശരിക്കും മോഡേണിസം നമ്മൾ എങ്ങനെയാണ് മനുഷ്യരല്ലാതാക്കി തീർക്കുന്നത് എന്നുള്ളത്, ഇമോഷണലെസ് ആയിട്ടുള്ള ആൾക്കാരാക്കി തീർക്കുന്നത് എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരണമായിരുന്നു ആ മഞ്ഞിലൂടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ മാൽത്തൂസ് പറഞ്ഞിട്ടുള്ള ഈ തിയറി ഏറ്റവും കൂടുതൽ പിന്നീട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റുവർട്ട് മില്ലായിരുന്നു. അദ്ദേഹം ഒരു യൂട്ടിലിറ്റേറിയൻസ് എന്നുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകം എഴുതിയത് തന്നെ ഇൻഡിവിജ്വലിസവും യൂട്ടിലിറ്റേറിയനിസവും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടിയാണ്. അതിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ വേർഡ് സെൽഫ് അത് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ, അല്ലെങ്കിൽ വളരെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളെയും ലാഭകേന്ദ്രീകൃതമായി ചിന്തിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ സമീപിക്കുകയും അങ്ങനെ ഒരു ലോകവീക്ഷണം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് വെസ്റ്റേൺ വേൾഡിൽ നമ്മൾ കാണുന്നത്. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഇതിലൊരു അസിമുലേഷൻ, ഈ ഒരു കൾച്ചറിനെ നമ്മൾ സാംശീകരിക്കുന്നത്. ശരിക്കും ഈ ഒരു ഡീപോപ്പുലേഷൻ്റെ വിഷയത്തിലും നടന്നിട്ടുള്ളത് അതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ലോകത്തെ എല്ലായിടങ്ങളിലും, പ്രത്യേകിച്ച് തേർഡ് വേൾഡ് കൺട്രീസിൽ ഒരുപാട് പദ്ധതികൾ ഇതിൻ്റെ ഒരു ഡീപോപ്പുലേഷൻ്റെ ഭാഗമായിട്ട് വരികയാണ്. ഇങ്ങനെ വരുമ്പം ഈ ഡീപോപ്പുലേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും മൂന്നാം ലോക രാജ്യങ്ങളിൽ ഇതിൻ്റെ പദ്ധതികൾ, അല്ലെങ്കിൽ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് കൺട്രോൾ ചെയ്യണം, അത് വലിയ വിപത്താണ്, ജനസംഖ്യ വർദ്ധിക്കുന്നത് വലിയ വിപത്താണെന്നുള്ള ആശയം പ്രചരിപ്പിക്കുമ്പോൾ ഈ ആശയം ഉൽപ്പാദിപ്പിച്ച ആൾക്കാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോപ്പുലേഷൻ ഇൻക്രീസിന് വേണ്ടി, അല്ലെങ്കിൽ പോപ്പുലേഷനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികളാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ വലിയ വികസിതമാണെന്നും അതേപോലെ തന്നെ സുഖങ്ങളുടെ വിഷയത്തിലൊക്കെ, ഹാപ്പി ഇൻഡെക്സിലൊക്കെ വലിയ മുന്നിൽ നിൽക്കുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ ഡെവലപ്ഡ് ആണ് എന്ന് പറയുന്ന ഈ രാജ്യങ്ങൾ, ജപ്പാനാണെങ്കിലും കൊറിയ ആണെങ്കിലും അതേപോലെ തന്നെ ഇത്തരം രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പോപ്പുലേഷൻ ഇൻക്രീസിന് വേണ്ടിയിട്ടുള്ള, ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, ഈ അവർക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. കുറേ ന്യായങ്ങൾ പറഞ്ഞു വെച്ചു. പോപ്പുലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവും. ഇങ്ങനെ കുറേയധികം പ്രശ്നങ്ങളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയാണ് ചെയ്തത്. ഏതൊക്കെ രാജ്യങ്ങളാണോ മത്സരിച്ചുകൊണ്ട് പോപ്പുലേഷൻ കൺട്രോൾ നടത്തിയത്, അവർക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ വർത്തമാനകാലത്ത് വന്നു എന്നതാണ് നമുക്ക് ഇന്നത്തെ ഒരു പ്രസൻറ്റ് സെനാരിയോയിൽ ഈ ഒരു ഡീപോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് ഇവിടെ പറയാനുള്ളത്, ഈ ഡീപോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ആശയം അത് എത്രമാത്രം അബദ്ധമായിരുന്നു എന്നുള്ള ഒരു കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ആമുഖമായിട്ടാണ് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കും. 1960 യൂറോപ്പിലും അമേരിക്കയിലും സെക്ഷൽ റവല്യൂഷൻ എന്ന ആശയം വ്യാപകമാവുകയും അതോടുകൂടി അവിടെ ഉദാരമായ ലൈംഗികത ആഘോഷിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, കുടുംബ ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ ഇതൊക്കെ തകർക്കപ്പെടുകയും അതിൻ്റെ ഫലമായി കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയും ചെയ്യുന്ന ഒരു സമൂഹമായി ഈ യൂറോപ്പും അതുപോലെ അമേരിക്കയിലെയും സമൂഹങ്ങൾ മാറി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ശരിക്കും 1991 സോവിയറ്റ് യൂണിയൻ ഉയർത്തിപ്പിടിച്ച സോഷ്യലിസം അഥവാ കമ്മ്യൂണിസം എന്ന ആശയം തകരുകയും സോവിയറ്റ് യൂണിയൻ ശിഥിലമായി പോവുകയും
കമ്മ്യൂണിസം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയും അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായി എന്താണ് ഈ വെസ്റ്റേൺ ലിബറൽ കൺട്രികൾ മുന്നോട്ട് വെച്ച ലിബറൽ ഉദാര ആശയങ്ങൾ ആഘോഷിക്കപ്പെടുകയും അതുമാത്രമാണ് ശരിയെന്ന് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തതോടുകൂടി 1991 വ്യത്യസ്തങ്ങളായ അനേകം രാജ്യങ്ങളിലേക്ക് ഈ ലിബറൽ എന്ന് പറയപ്പെടുന്ന ഉദാരം എന്ന് പറയപ്പെടുന്ന ആശയങ്ങൾ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും അത് ആഘോഷിക്കപ്പെടുകയും ചെയ്തു. അതിൽ ഏറ്റവും വലിയ ബേസ് എന്നുള്ളത് ഇൻഡിവിജ്വലിസമാണ്, അഥവാ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. പരിധികളില്ലാത്ത വ്യക്തി സ്വാതന്ത്ര്യം എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് അവർ പറയാൻ ശ്രമിച്ചത് ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം, അവന് സന്തോഷമുള്ളതെല്ലാം ചെയ്യാം എന്ന അർത്ഥത്തിൽ എന്താണ് ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരാശയത്തെ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും അതിൽ ഒട്ടേറെ ആളുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് പല രാജ്യങ്ങളിലും ജനസംഖ്യാ ചുരുക്കം എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ കാരണമായി അടിസ്ഥാനമായി പറയാനുള്ളത്. ഇതിൽ വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം 1964 യൂറോപ്പിൽ ജനിച്ച ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 6.8 മില്യനാണ്, ഏകദേശം 68 ലക്ഷം. അതേസമയം 2023 ആകുമ്പോൾ യൂറോപ്പിൽ ആകെ ജനിച്ച കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 3.67 മില്യനാണ്. മീൻസ് 36,70,000 കുട്ടികളാണ്. വ്യത്യാസം എന്ന് പറയുന്നത് 3.13 മില്യൺ കുട്ടികൾ എന്താണ് അവരുടെ കുറവ്. ശരിക്കും അത്രയും കുട്ടികൾ 1964 ഉണ്ടായിരുന്നതിൻ്റെ ഏകദേശം 31 ലക്ഷം കുട്ടികൾ യൂറോപ്പിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന സെക്ഷൽ റവല്യൂഷനിൽ തുടങ്ങി സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടി രൂപപ്പെട്ട ഒരാശയത്തിൻ്റെ പ്രചാരണം അല്ലെങ്കിൽ അത് ആഘോഷിക്കപ്പെട്ടതിൻ്റെ ഫലമായി അത് ഏറ്റെടുക്കപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായൊരവസ്ഥയാണ് ഈ പറയുന്നത്. ഇതിൽ വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ട കാര്യം, ഇതിൻ്റെ ഫലമായി യുവാക്കൾക്കിടയിൽ യുവതികൾക്കിടയിൽ രൂപപ്പെട്ടൊരു ആശയമുണ്ട്. അതായത് ഞാൻ ഒരു കല്യാണം കഴിക്കുന്നു, ഞാനൊരു ഭാര്യയെയും എൻ്റെ മക്കളെയും പോറ്റുന്നു, അത് ഞാനെന്തിനാണ് പോറ്റേണ്ടത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഞാൻ ഒറ്റയ്ക്ക് സമ്പാദിക്കുന്നു, ഇത് മുഴുവൻ എൻ്റെ സന്തോഷത്തിന്, എൻ്റെ ആർഭാടത്തിന്, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചാൽ പോരെ? കുടുംബം എന്ന് പറയുന്നത്, ഭാര്യ എന്ന് പറയുന്നത്, സന്താനങ്ങൾ എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ്, ഒരു ഭാരമാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ള ആശയം വ്യാപകമായി ഇത്തരം രാജ്യങ്ങളിലെ യുവാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. തീർന്നില്ല. സമാനമായി യുവതികൾക്ക് ഉന്നത വിദ്യാഭ്യാസം, പല രാജ്യങ്ങളിലും ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവതികളുടെ എണ്ണം വർദ്ധിച്ചു. അവർ പല ജോലികളിലും കയറിയപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു മുതലാളിത്ത വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു കോർപ്പറേറ്റ് സംസ്കാരത്തിൽ മുന്നോട്ട് പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് യൂറോപ്പിലും അതുപോലെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരം രാജ്യങ്ങളിൽ യുവതികളുടെ മുന്നിൽ അവർ പറയപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് മദർഹുഡ് പെനാൽറ്റി. അതായത് മാതൃത്വം നിങ്ങൾ ഏറ്റെടുത്തോ, നിങ്ങളുടെ കരിയറിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. നിങ്ങൾ നോക്കൂ, ഒരു പെൺകുട്ടി ഗർഭധരിക്കപ്പെടുമ്പോൾ അവൾക്ക് ഏകദേശം 10 മാസത്തോളം അവരുടെ കരിയറിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. കുട്ടികളെ നോക്കുമ്പോൾ 2 വർഷത്തോളം ചിലപ്പോൾ അവരുടെ കരിയർ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ 3 വർഷം നിങ്ങളെ കരിയറിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറാകരുത്, അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന വിവാഹത്തിന് തയ്യാറാകരുത് എന്ന നിലയിലുള്ള ആശയങ്ങൾ വിവിധങ്ങളായ നിലയിൽ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പ്രചരിപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ നമ്മുടെ രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഫെമിനിസ്റ്റ് ആശയങ്ങൾ, പ്രത്യേകിച്ച് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറയപ്പെട്ടൊരു കാര്യം, 2 കാര്യമാണ് അവർ പ്രധാനമായും പറഞ്ഞത്. ഒന്ന്, സ്ത്രീകൾ ഗർഭധാരണം നടത്തുകയും അതുപോലെ അവർ കുട്ടികളെ പ്രസവിക്കുകയും ചെയ്താൽ അവർ വലിയ ബന്ധനങ്ങളിലായിപ്പോകുമെന്നും അതാണ് സ്ത്രീകളുടെ പിന്നാക്കത്തിന് കാരണമെന്നും അതാണ് സ്ത്രീകളുടെ എല്ലാ അധോഗതിക്കും കാരണമെന്നും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രസവിക്കരുതെന്നും നിങ്ങൾ കുട്ടികളെ വളർത്തരുതെന്നുമുള്ള ആശയം വളരെ വ്യാപകമായി ഫെമിനിസ്റ്റുകളും പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.
ഇങ്ങനെ ഈ വിധത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ കഴിഞ്ഞ 2024 ഈ 24 ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്കയിൽ ട്രംപിനെതിരാണ് എന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റ് തുടങ്ങി വെച്ചു. മൂവ്മെൻറ്റ് തുടങ്ങിയതല്ല, അത് ഒന്നിൻ്റെ തുടർച്ചയായിരുന്നു. 4B മൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ്, സൗത്ത് കൊറിയയിൽ ആരംഭിച്ച ഒരു മൂവ്മെൻറ്റിനെ അമേരിക്കയിലെ സ്ത്രീകൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത നമ്മുടെ മുന്നിൽ വന്നിരുന്നു. എന്താണ് 4B മൂവ്മെൻറ്റ്? സൗത്ത് കൊറിയയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണത്. 4B എന്നതിൻ്റെ സൗത്ത് കൊറിയയിൽ ഭാഷയിൽ അർത്ഥം എന്ന് പറയുന്നത് നോ ആണ്. നോ ചൈൽഡ്, നോ മാരേജ്, നോ മെൻ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുട്ടികളെ ഞാൻ പ്രസവിക്കില്ല, ഞാൻ വിവാഹം കഴിക്കില്ല, ഞാൻ എൻ്റെ പുരുഷനുമായി ഒരു ബന്ധത്തിന് ഞാൻ തയ്യാറാകില്ല എന്ന നിലയിൽ കുറേ നോകളെ മുന്നോട്ട് വെച്ചുകൊണ്ട് സ്ത്രീകൾക്കിടയിൽ പ്രചരിപ്പിച്ച ആശയമാണിത്. നമ്മൾ മനസ്സിലാക്കണം, 2015 സൗത്ത് കൊറിയയുടെ TFR റേറ്റ്, TFR എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പ്രസവിക്കുന്ന കുട്ടിയുടെ എണ്ണമാണ് TFR റേറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ 2.1 ആണ് TFR റേറ്റ് എങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ അവളുടെ ജീവിതകാലത്തിൽ 2.1 കുട്ടികളെ പ്രസവിക്കും. മീൻസ് അതായത് ഒരു സ്ത്രീക്ക് 2.1 ആണെങ്കിൽ 10 സ്ത്രീകൾ 21 കുട്ടികൾക്ക് ജന്മം നൽകും എന്നുള്ളതാണ്. ഈ TFR റേറ്റ് 2015 4B മൂവ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് സൗത്ത് കൊറിയയിൽ 1.23 ആയിരുന്നു. ഈ 4B മൂവ്മെൻറ്റ് ആരംഭിച്ച് അതിൻ്റെ പീക്കിലേക്ക് എത്തിയപ്പോഴേക്കും 2023 ആകുമ്പോഴേക്കും അവിടെയുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 0.75 ആയി കുറഞ്ഞു. നിങ്ങൾ നോക്കൂ, എത്ര വലിയ മാറ്റമാണ് ഉണ്ടായത്. അതായത് ഒരു സ്ത്രീ 1.23 മീൻസ് 10 സ്ത്രീകൾ 12.3 കുട്ടികളെ പ്രസവിച്ചിരുന്നു 4B മൂവ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ്. എന്നാൽ ഈ 4B മൂവ്മെൻറ്റ് അതിൻ്റെ പീക്കിലേക്ക് എത്തിയ സമയത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടുത്തെയുള്ള 10 സ്ത്രീകൾ 7.5 കുട്ടികളെ മാത്രം പ്രസവിക്കുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞുപോയി. ഇത് ഇങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമായ ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് കുടുംബവും കുട്ടികളെയും വളർത്തൽ എന്ന് പറയുന്നത് ഭാരമാണ്, അതൊരു ബാധ്യതയാണ്, അതിൽ നിന്ന് ഞാൻ ഒഴിവായി നിൽക്കലാണ് എൻ്റെ വ്യക്തിപരമായ സന്തോഷത്തിന് നല്ലത് എന്ന നിലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആശയങ്ങൾ യുവാക്കളെയും തൻ്റെ കരിയറാണ് ഏറ്റവും നമ്മൾ സ്വപ്നം കാണേണ്ടത്, മറ്റെല്ലാം അതിന് പിറകിലാണ് എന്ന് യുവതികൾക്കിടയിലും ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ട ചൈനയിലെ യുവാക്കൾക്കിടയിലൂടെ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ റേറ്റ് എടുത്താൽ മില്യൺ കണക്കിന് വിവാഹങ്ങളുടെ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. വലിയ വ്യത്യാസമാണുള്ളത്. അതായത് ഏകദേശം 8.32 മില്യൺ കല്യാണത്തിൻ്റെ കുറവ് കാണാൻ കഴിയും. അതായത് 2014 അപേക്ഷിച്ച് 2024 എത്തുമ്പോൾ 2014 ഉണ്ടായിരുന്നതിനേക്കാളും 80 ലക്ഷത്തിലധികം, അതായത് 8.32 മില്യൻ്റെ കുറവാണ്. അത്രയും കല്യാണങ്ങളുടെ കുറവ് ചൈനയിലുണ്ട്. ചൈനയുടെ ചൈന അനുഭവിക്കാൻ പോകുന്നൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെ ഇനി വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ള യുവാക്കളുടെയും യുവതികളുടെയും എണ്ണം നാൾക്കുനാൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ പറയുന്ന 1960കളോടുകൂടി 1991 വ്യാപകമായി ആഘോഷിക്കപ്പെട്ട ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ലിബറൽ ഡെമോക്രാറ്റിക് ഇൻഡിവിജ്വലിസ്റ്റിക് ആശയങ്ങളാണ് ശരിക്കും ഈ പറയുന്ന ഡീപോപ്പുലേഷൻ എന്ന ഫിനോമിനയ്ക്ക് കാരണമായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഫലമായി സംഭവിച്ചത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെട്ടു, കുടുംബങ്ങൾ ഉണ്ടാകാതെയായി. ഇങ്ങനെയുള്ള സാമൂഹിക സ്ഥാപനങ്ങളുടെ നാശത്തോടുകൂടി അമേരിക്ക അടക്കം യൂറോപ്പ് അടക്കം മറ്റ് ലിബറൽ ഡെമോക്രാറ്റിക് രാജ്യങ്ങളിലടക്കം ഇതിൻ്റെ പ്രതിസന്ധി രൂപപ്പെടാൻ തുടങ്ങിയെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എങ്കിൽ പോലും മറ്റൊരു കാരണം കൂടി ഇതിന് കാരണമായിട്ടുണ്ട്. നമുക്ക് സ്വാഭാവികമായി അറിയാം, 1960 അമേരിക്കയിൽ രൂപം കൊണ്ട ജെൻഡർ പൊളിറ്റിക്സ്. 1960 ശേഷം അമേരിക്കൻ സൈക്രാട്രിക് അസോസിയേഷൻ മെൻ്റൽ ഡിസോർഡർ, അതായത് മാനസിക രോഗം എന്ന അവസ്ഥയിൽ നിന്ന് എടുത്തു മാറ്റിയ LGBTQ മൈൻഡ് സെറ്റുള്ള ആളുകൾ,
അല്ലെങ്കിൽ എന്താ പറയുക സ്വവർഗാനുരാഗം എന്ന് പറയുന്നതിന് 1960 വരെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ മനോരോഗത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തിയതായിരുന്നു. ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ഈ പറയുന്ന സ്വവർഗാനുരാഗം എന്ന് പറയുന്നതിനെ മാനസിക രോഗം എന്ന ഗണത്തിൽ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ മാറ്റിയതോടുകൂടി ജെൻഡർ പൊളിറ്റിക്സ് വ്യാപകമാവുകയും അങ്ങനെ ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി സ്വവർഗാനുരാഗികൾ ഉണ്ടാവുകയും അവരുടെ വിവാഹത്തിന് അംഗീകാരം കൊടുക്കുകയും അത് ആഘോഷിക്കപ്പെടുകയും ചെയ്തു. അതോടുകൂടി നമുക്ക് ഉറപ്പാണല്ലോ, സ്വവർഗാനുരാഗികൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ ഒരിക്കലും അവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നില്ല. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഡയമെൻഷൻസ് ഉള്ള വിവിധങ്ങളായ കാരണങ്ങളാൽ ലോകത്ത് ഈ ഡീപോപ്പുലേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൗത്ത് കൊറിയ എടുത്താലും, ഇപ്പോൾ കഴിഞ്ഞ 2023 ജപ്പാൻ്റെ പ്രധാനമന്ത്രി അവിടെ പാർലമെൻറ്റിൽ പറഞ്ഞത് ജപ്പാൻ ഇല്ലാതെയാകാൻ പോകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. 2060 ഇപ്രകാരമാണ് ജപ്പാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ജപ്പാനിലെ ജനങ്ങളുടെ എണ്ണം വളരെയേറെ കുറയുകയും ജപ്പാൻ എന്ന രാജ്യം, അതിലെ ജനങ്ങൾ ഇല്ലാതെയായി പോകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന അർത്ഥത്തിൽ വരെയും ജപ്പാൻ്റെ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിക്കത്തക്ക വിധം പ്രശ്നം രൂക്ഷമാണ്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ രൂക്ഷമാണ്. ഈ ലിബറൽ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആശയങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളായ ജപ്പാനാണെങ്കിലും സൗത്ത് കൊറിയ ആണെങ്കിലും തായ്വാൻ ആണെങ്കിലും ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഇത് വളരെ പ്രകടമായി കാണുന്നുണ്ട്. അതേ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മൂന്നാം ലോക രാജ്യങ്ങളിലും ഡീപോപ്പുലേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം വളരെ വേഗം വന്നുകൊണ്ടിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2.0 ആയിട്ടുണ്ട്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആണെങ്കിൽ മാത്രമേ ഒരു രാജ്യത്ത് സന്തുലിതമായ ജനസംഖ്യ നിലനിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ജനസംഖ്യാ നാശം ഉണ്ടാകുമെന്നാണ് പ്രധാനമായും ഈ പഠനങ്ങൾ നമ്മെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് 2.1 TFR റേറ്റ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ത്യയുടെ TFR റേറ്റ് 2.0 ആയിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൻ്റെ TFR റേറ്റ് എന്ന് പറയുന്നത് 1.7 ആയിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വൃദ്ധജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്, ഇന്ത്യയുടെ വൃദ്ധജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്, യുവാക്കളായ ആളുകളുടെ എണ്ണം കുറയുന്നുണ്ട് എന്നുള്ളത് വലിയൊരു അപകട സൂചനയായി കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ജപ്പാനിലെ അവസ്ഥ നമ്മൾ പറയുന്ന സമയത്ത് പറഞ്ഞതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം അവിടെ നിന്ന് പുറത്തു വരുന്ന ഒന്ന്, ഏകാന്ത മരണങ്ങൾ ജപ്പാനിൽ വലിയ രൂപത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. 69 വയസ്സുള്ള ടോക്കിയോയിലെ യമാദ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു മരണം അടുത്ത കാലത്ത് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റിൽ വെച്ച് മരിക്കുകയും 3 മാസത്തിന് ശേഷമാണ് ആ ശരീരം ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പുറം ലോകം അറിയുന്നത്. ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളമൊക്കെ ഒരു വ്യക്തി മരിച്ചിട്ട് പോലും അതിനെതിരെയുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങളോ ഒന്നും നടക്കാതെ ഇത്തരത്തിലൊരു അതിനവിടെ കുഡോകിഷി എന്ന് പറയുന്നൊരു വാക്കിൽ അവരതിനെ ആ ഏകാന്ത മരണങ്ങളെ പറയാറുണ്ട്. ജപ്പാനകത്ത് ഇങ്ങനെ ഏകദേശം കഴിഞ്ഞ 2024 70,000-ഓളം മരണങ്ങൾ, ഇത്തരത്തിലുള്ള ഏകാന്ത മരണങ്ങൾ സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കാണുന്ന മരണപ്പെട്ടവരുടെ ശരീരങ്ങൾ പോലും ഉണ്ട് എന്ന് പറയുമ്പോൾ അത്രയും ഭീകരമായ ഒരു സ്ഥിതിയിലേക്ക് ഒരു രാജ്യം കടന്നു പോകുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രശ്നമായിക്കൊണ്ടുകൂടെ അതിനോടുകൂടെ ചേർത്ത് പറയാൻ കൂടെ ആഗ്രഹിക്കുകയാണ്. ഇതിൽ നാഷണൽ പോലീസ് ഏജൻസിയുടെ കണക്കുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ റിസർച്ച് നടത്തുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്കതിൻ്റെ കണക്കുകൾ കിട്ടും. ഇനി ഇതോടുകൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന്, ഗവൺമെൻറ്റിനുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ്. അതിൽ സാമ്പത്തികമായിട്ടും അതുപോലെയുള്ള കാര്യങ്ങളിൽ ഈ നികുതിയുടെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദങ്ങൾ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ ചൈന അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇപ്പോഴും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പറയുമ്പോൾ പോലും ജനങ്ങൾ അതിലേക്ക് തയ്യാറായി വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെ
കണക്കുകളുണ്ട്, പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്, പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സാംസ്കാരികപരമായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു വിഷയം ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാർ അതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദങ്ങൾ ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് കൂടെ ഇതിനോട് ചേർത്ത് പറയാൻ പറ്റും തോന്നുന്നു. ആഷിഖ് നിങ്ങളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ ഫാമിലി സിസ്റ്റം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കിയപ്പോൾ ഉണ്ടായൊരു പ്രശ്നം. ശരിക്കും നമ്മളൊക്കെ ഏറെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തതാണ് ഫാദർലെസ് അമേരിക്കയെക്കുറിച്ച്. അപ്പോൾ ഈ ഫാമിലിയെ മാറ്റിയിട്ട് പിന്നെ അവിടെ റീപ്ലേസ് ചെയ്തത് ലിവിങ് ടുഗദറാണ് ഒരു പരിധി വരെ. അപ്പോൾ അതൊരു ചതിയാണെന്ന് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ഈ സൈക്കോളജിക്കൽ സ്റ്റഡീസിൽ കാണുന്നത്. ഒരു ലിവിങ് ടുഗദറിൽ കപ്പിളായിട്ടൊരു മെയിൽ ആൻഡ് ഫീമെയിൽ ജീവിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ ശേഷം ഒരു പ്രഗ്നൻ്റ് ആവുന്നു ഫീമെയിൽ ക്യാരക്ടറും. അങ്ങനെ അതിനുശേഷം സ്വാഭാവികമായിട്ടും മെയിൽ ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൽ കൗണ്ടർ പാർട്ട് ആ പുരുഷനെ അവിടെ ഒഴിവാക്കി പോവുകയും ചെയ്യാം. ലിവിങ് ടുഗദറിൽ വളരെ സിമ്പിളായിട്ട് സാധ്യമാവും. പിന്നെ അവിടെ നടക്കുന്നത് ഈ ഫീമെയിൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഫീമെയിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു കുട്ടിയിൽ മാത്രം കേന്ദ്രീകരിച്ച് ഫാമിലിയും ഇല്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമായിട്ട് അത് മാറുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും യൂറോപ്യൻ രാജ്യത്ത് കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഫാമിലിയെ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഫാമിലി വേണ്ട എന്നൊക്കെ പറയാന്നുള്ളത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന സംഭവമാണെങ്കിലും അതെങ്ങനെ പിന്നെ അതിന് ബദലായിട്ട് നമ്മൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഉത്തരമില്ല. അത് മാത്രമല്ല ഒരു വലിയൊരു കൾച്ചറൽ പ്രതിസന്ധിയായിട്ട് ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു സമ്മർദ്ദത്തിന് പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, പലപ്പോഴും നമ്മുടെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയായിരുന്നു നമ്മുടെ ലോകത്തുള്ള ദാരിദ്ര്യം ഉണ്ടാവും എന്നുള്ളത്. ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ടാകുമ്പം അതുകൊണ്ട് ഡീപോപ്പുലേഷൻ വേണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ശരിക്കും ലോകത്തിൻ്റെ ജനസംഖ്യ, വേൾഡ് പോപ്പുലേഷൻ 1950 252 കോടി ജനസംഖ്യയുള്ള സമയത്ത് നമ്മുടെ ലോകത്തുണ്ടായിരുന്ന ഭക്ഷ്യോൽപാദനം എന്ന് പറയുന്നത് 62.4 കോടി ടൺ ഭക്ഷ്യോൽപാദനമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 50 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ 2004 ആകുമ്പോഴേക്ക് 520 കോടി ജനസംഖ്യ ഉണ്ടായി. നമ്മൾ നേരെ ഡബിൾ ചെയ്തു. ആ സമയത്ത് നമ്മുടെ ഭക്ഷ്യോൽപാദനം എന്ന് പറയുന്നത് ലോകത്തിലുണ്ടായിരുന്ന മൊത്തം ഈ 150 കോടി ടൺ ഭക്ഷ്യോൽപാദനം നടത്തിയെന്നാണ്. അതായത് ജനസംഖ്യ ഡബിൾ ആകുമ്പം ഭക്ഷ്യോൽപാദനം 3 മടങ്ങായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ വർദ്ധിക്കുന്നത് കൊണ്ട് ഒരിക്കലും ദാരിദ്ര്യം എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയോ കുറയുന്നില്ല എന്നുള്ളത് ഇവിടെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അതിനുള്ള തെളിവാണ്. അത് ഒറ്റൊരു വിഷയത്തിന് ഇങ്ങനെ നമ്മൾ ഏതൊക്കെ വിഷയങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പം ഇനി വേറെ വലിയൊരു പ്രശ്നം പറയാറുള്ളത് ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ആയുർദൈർഘ്യം. അതാണല്ലോ രോഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പറയാറുള്ളത് ആയുർദൈർഘ്യം. അത് ഇന്ത്യയിലെ മാത്രം സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ 25 കോടി ജനങ്ങളുണ്ടായിരുന്ന സമയത്ത് 24 ഒക്കെ നമ്മുടെ ആയുർദൈർഘ്യം. പെട്ടെന്ന് ആൾക്കാർ മരിച്ചു ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ആയുർദൈർഘ്യം എത്രയാണെന്ന് ആലോചിച്ചാൽ മതി. 2004 കണക്ക് പ്രകാരം 62 ആണ് ആയുർദൈർഘ്യം. അപ്പം ജനസംഖ്യ കൂടിയത് കൊണ്ട് ആയുർദൈർഘ്യം കുറയല്ല ചെയ്തിട്ടത്, ആയുർദൈർഘ്യം കൂടുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു പ്രശ്നമാണ് കൂടിയാണ്. ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നു, അതായത് പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, അതേസമയം ആയുർദൈർഘ്യം കൂടുന്നു, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുന്നു. സ്വാഭാവികമായിട്ടും അവിടെ നിന്നുണ്ടാവുന്ന ഒരു അസന്തുലിതാവസ്ഥ, ലോകത്തുണ്ടാവുന്ന ഒരു അസന്തുലിതാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശരിക്കും ഗവൺമെൻറ്റുകൾ അത്യാവശ്യം ഈ തേർഡ് വേൾഡ് കൺട്രീസ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഇമ്പാക്റ്റുകൾ ആദ്യം നടപ്പിലാക്കി യൂറോപ്യൻ കൺട്രീസിൽ അവർ അനുഭവിച്ച ശേഷം അതിനവർ റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾ എന്ന് പറയുന്നത് നമ്മളൊരു വികസ്വര രാജ്യമായിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അതേപോലെയുള്ള അനേകം തേർഡ് വേൾഡ് കൺട്രീസിനെ കുറിച്ച് അവർ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അപ്പോഴും അവിടത്തേക്ക് മെസ്സേജ് എത്തിയിട്ടുണ്ടാവില്ല. അവരിതിൽ ഒന്നുകൂടി ഒരു അജ്ഞരായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാം. നേരത്തെ പറഞ്ഞൊരു കണക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചൈനയിൽ
2013 13.47 മില്യൺ വിവാഹങ്ങളാണ് നടന്നത്. 2024 അത് 6.1 മില്യണായി കുറഞ്ഞിട്ടുണ്ട്. സമാനമായി 2016 ചൈനയിലുണ്ടായ പുതിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 17.86 മില്യൺ ആയിരുന്നു. 2024 ആകുമ്പോഴേക്കത് 9.54 മില്യണായി കുറഞ്ഞിട്ടുണ്ട്. ഈ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, അതോട് ഓർമ്മപ്പെടുത്തിയാണ്. നമ്മൾ ഈ പറയുന്ന ഡീപോപ്പുലേഷൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിലയിരുത്തിയാൽ നമുക്ക് വളരെ പ്രധാനമായും കാണാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതുതായി ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ താണ നിലയിലാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഗണ്യമായി കുറയുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജപ്പാനിൽ 2002 2020 ഇടയിൽ ഏകദേശം 8550 സ്കൂളുകളാണ് കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ അടച്ചുപൂട്ടിയത്. നിങ്ങൾ നോക്കിയേ, 8580 സ്കൂളുകൾ 18 വർഷത്തിനിടയിൽ ജപ്പാനിൽ ഡീപോപ്പുലേഷൻ, അതായത് പഠിക്കാൻ കുട്ടികൾ ഇല്ലാത്തതിൻ്റെ പേരിൽ, പുതിയ കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ അടച്ചുപൂട്ടേണ്ടി വന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് യുവാക്കളായ ആളുകൾ സമൂഹത്തിൽ ഇല്ലാതെയാവുകയും ആരോഗ്യരംഗത്ത് വമ്പിച്ച വിപ്ലവങ്ങൾ നടക്കുകയും തൽഫലമായി ഈ പറയുന്ന ലൈഫ് എക്സ്പെക്റ്റൻസി മീൻസ് ആയുർദൈർഘ്യം വളരെ വലുതാവുകയും ചെയ്യുകയാണ് ഇത്തരം രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജപ്പാൻ്റെ കണക്കെടുത്താൽ ജപ്പാൻ്റെ നിലവിൽ 2023 കണക്ക് പ്രകാരം 29.1% വൃദ്ധ ജനസംഖ്യ മീൻസ് 65 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ എണ്ണമെന്ന് പറയുന്നത്, ശതമാനമെന്ന് പറയുന്നത് മൊത്തം ജനസംഖ്യയുടെ 29%. ഇങ്ങനൊരു വരുമ്പോഴൊരു പ്രശ്നം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക്, രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതൊരു വലിയ ജനസംഖ്യയായി കാണുകയും അതിന് അവരെ അഡ്രസ്സ് ചെയ്യത്തക്ക നിലയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി ധാരാളം വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടി വരികയും എന്നാൽ മറ്റ് പ്രൊഡക്റ്റീവായ കാര്യങ്ങളിലേക്ക് വിഭവങ്ങളെ വഴിതിരിച്ചു വിടാൻ കഴിയാത്ത അവസ്ഥയും വരികയും ചെയ്യും. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് യുവാക്കൾ ഇല്ലാതാകുന്നതോടുകൂടി ഇപ്പോൾ 15 വയസ്സിനും 64 വയസ്സിനും ഇടയിലുള്ള ആളുകളെയാണ് ഒരു രാജ്യത്തിൻ്റെ തൊഴിൽ സേന അഥവാ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അവരാണ് ശരിക്കും രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും രാജ്യത്തെ ഉൽപ്പാദനത്തിന് വേണ്ടിയും രാജ്യത്തുണ്ടാകുന്ന എല്ലാ ഉൽപ്പാദനങ്ങൾക്ക് വേണ്ടിയും അധ്വാനിക്കുകയും രാജ്യത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കുകയും അതുവഴി കുടുംബങ്ങളെ സസ്റ്റൈനബിളായി കൊണ്ടുപോവുകയും ചെയ്യുന്നത് ശരിക്കും ഈ പറയുന്ന 15 വയസ്സിനും 64 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ കണക്ക് പ്രകാരം ചൈനയിൽ ഇപ്പോൾ 2024 2016 താരതമ്യം ചെയ്യുമ്പോൾ 8.32 മില്യൺ കുട്ടികളുടെ ജനനത്തിലുള്ള കുറവുണ്ട്. ഇത്രയും ആളുകൾ ഈ വർഷം ഇല്ല. അപ്പം നിങ്ങൾ നോക്കിയേ, ഒരു രാജ്യത്ത് 50 ലക്ഷം ആളുകൾ, ഇപ്പോൾ ഇറ്റലിയിലെ കണക്ക് പ്രകാരം ഇറ്റലിയിൽ 2025 5 മില്യൺ 50 ലക്ഷം ആളുകൾ അവരുടെ ജോലിയിൽ നിന്ന് വിരമിക്കും. അങ്ങനെ വിരമിച്ചാൽ പകരം വയ്ക്കാൻ 50 ലക്ഷം ആളുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇറ്റലിയിൽ സംശയമാണ്. സമാനമായി സൗത്ത് കൊറിയയിലും. അപ്പോൾ ഈ ഡീപോപ്പുലേഷൻ മൂലം സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ പറയുന്ന ഏജ്ഡ് ആയ ആളുകൾ, വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് പകരമായി പുതിയ യുവതയെ തൊഴിൽ സേനയിലേക്ക് അഥവാ വർക്ക് ഫോഴ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തൽഫലമായി സംഭവിക്കാൻ പോകുന്നത് അവിടെ രാജ്യത്ത് ഉൽപ്പാദനം നടക്കില്ല. സമാനമായി ജനസംഖ്യ കുറയുന്നത് മൂലം ഡിമാൻഡ് കുറയുകയും ചെയ്യും. 2024 IMFൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്കൊരു പുതിയ വേർഡ് കാണാൻ കഴിയും, ശൃംഗണോമിക്സ്. IMF കോയിൻ ചെയ്തൊരു വേർഡാണ് ശൃംഗണോമിക്സ്. അത് ജപ്പാൻ്റെ സമ്പദ് വ്യവസ്ഥയെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ച വാക്കാണത്. ശൃംഗണോമിക്സ് എന്ന് പറഞ്ഞാൽ ശ്രിങ്കിങ് ഓഫ് എക്കണോമി ഡ്യൂ ടു ഡീപോപ്പുലേഷൻ. അതായത് ജനസംഖ്യാ ശോഷണം മൂലം
സമ്പത്ത് വ്യവസ്ഥ ചുരുങ്ങുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സിങ്കണോമിക്സ്. എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഉൽപ്പാദനം നടത്താൻ ആളുകളില്ല, സമാനമായി ജനസംഖ്യ വളരെ വലിയ അനുപാതത്തിൽ കുറയുന്നത് കൊണ്ട് അവിടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് രാജ്യം എത്തിപ്പെടുകയും അത് സമ്പത്ത് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും. 1. 2, ഈ പറയുന്ന ഏജ്ഡായ ആളുകളുടെ എണ്ണം കൂടുകയും യുവാക്കളായ ആളുകളുടെ എണ്ണം കുറയുകയും ചെയ്യുമ്പോൾ ടാക്സ് അടയ്ക്കുന്ന, ഗവൺമെൻറ്റിന് റവന്യൂ ഉണ്ടാക്കുന്ന, ഗവൺമെൻറ്റിലേക്ക് മറ്റു വരുമാനങ്ങൾ എത്തിക്കുന്ന ആളുകളുടെ എണ്ണവും ഗണ്യമായി കുറയുന്നു. ഇത് ഗവൺമെൻറ് വലിയ സമ്മർദ്ദം ഉണ്ടാക്കും. സമാനമായി ഈ പറയുന്ന ഇപ്പോൾ ജപ്പാനിലൊരു കണക്ക് പ്രകാരം ജപ്പാനിലെ 15-നും 64-നും ഇടയിലുള്ള തൊഴിൽ സേനയിൽ ഏകദേശം 15 ലക്ഷത്തോളം ആളുകൾ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകളാണ്. ഇത് നമ്മളീ പറയുന്ന ഒറ്റപ്പെട്ട ജീവിതം, സമൂഹത്തിൽ നിന്ന് മാറി നിന്നുള്ള ജീവിതം നയിക്കുന്ന ആളുകളുടെ എണ്ണം ഈ പറയുന്ന ഇൻഡിവിജ്വലിസ്റ്റിക് ആശയം മൂലം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാരമായ ലിബറൽ ആശയങ്ങൾ മൂലം സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു, തീരുന്നില്ല. ഇതിൻ്റെ ഫലമായി ഈ ലഹരി പോലെ ഉള്ള ഉപഭോഗം വലുതായി വർദ്ധിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ പറയുന്ന ഞാൻ ഈ ഇൻഡിവിജ്വലിസ്റ്റിക് ആശയങ്ങളൊരു പ്രശ്നം പറയുകയാണ്. അതായത് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് സമൂഹത്തിൽ ഇടപെടാൻ കഴിയില്ല. ഇപ്പോൾ ആംസ്റ്റർഡാം, നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കാനബി കോഫി ഷോപ്പുകൾ വ്യാപകമായുണ്ട്. അത് നിങ്ങൾക്ക് വ്യത്യസ്ത വെറൈറ്റിയിലുള്ള കഞ്ചാവ് അടങ്ങിയ കോഫി കുടിക്കാമെന്നുള്ളതാണ് ആംസ്റ്റർഡാമിൻ്റെ പ്രത്യേകത. യൂറോപ്പിൻ്റെ കഞ്ചാവ് നഗരം എന്നാണ് ആംസ്റ്റർഡാം അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആംസ്റ്റർഡാമിൽ ശരിക്കും അവിടെ നമുക്ക് കാണാൻ, അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നൊരു സാധനമാണ് സൈക്കിള്. ഈ കോഫി ഷോപ്പിൽ സൈക്കിൾ എടുത്തു പോയി ഈ കോഫി കുടിക്കുന്ന ആളുകൾ, മീൻസ് കഞ്ചാവ് കഴിക്കുന്ന ആളുകൾ, അവിടെ ലീഗലൈസ് ആണ് കഞ്ചാവ് കഴിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന പറയുന്നത് അവർ ഈ ലോകവുമായി ബന്ധമില്ലാത്ത ഒരു മാനസികാവസ്ഥ രൂപം കൊള്ളുകയും അവർ ഈ സൈക്കിൾ എടുത്തുകൊണ്ട് വേറെ എങ്ങോട്ടോ പോവുകയും ചെയ്യും. ഈ ആംസ്റ്റർഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വ്യത്യസ്തമായ പല പരിപാടികളിലും കേട്ടിട്ടുള്ള കാര്യമാണ്. കനാലുകളുടെ എണ്ണം വളരെ കൂടുതലുള്ള സ്ഥലമാണ് ആംസ്റ്റർഡാം. നിങ്ങൾ ആംസ്റ്റർഡാമിൽ ഇപ്പോഴും പോയാലും കാണാൻ കഴിയും. ഈ ആംസ്റ്റർഡാമിൻ്റെ കനാലുകളുടെ തീരത്ത് ഇങ്ങനെ വ്യാപകമായി സൈക്കിളുകൾ ഇങ്ങനെ കിടക്കുന്ന കാണാൻ കഴിയും തീരത്ത്. കാരണം ഇങ്ങനെ ഈ കാനബി കോഫി ഷോപ്പുകളിൽ പോയി കോഫി കുടിച്ച് ഒരു ലക്ഷ്യബോധവുമില്ലാതെ സൈക്കിൾ ഓടിച്ച് ഈ സൈക്കിൾ കൊണ്ട് ഈ കനാലിൻ്റെ തീരത്ത് ഇടിച്ച് ഈ സൈക്കിൾ പോയി കനാലിൽ വീഴുകയും ഇയാൾ ആ ബോധം പോലും ഇല്ലാതെ, സൈക്കിൾ തിരിച്ചെടുക്കണമെന്ന ബോധം പോലും ഇല്ലാതെ ആളുകൾ ലക്ഷ്യബോധമില്ലാതെ നടക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം അവിടെ രൂപപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അപ്പം ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് സമൂഹത്തെക്കുറിച്ചുള്ള ആദികളില്ലാതാകുന്നു എന്നുള്ളതും, കുടുംബം അല്ലെങ്കിൽ സമൂഹം എന്നുള്ള യാതൊരു ചിന്തയും ഇല്ലാത്തൊരു സമൂഹം രൂപപ്പെടുകയും അവർ തീർത്തും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമായി നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് നോക്കുകയാണെങ്കിൽ അനവധിയായ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നു. ഇതിൻ്റെ ഒരു കണക്ക് പറയുന്നത് 2050 നിലവിൽ യൂറോപ്പിലുള്ള വികസിത രാജ്യങ്ങളൊന്നും ആദ്യത്തെ 10 വികസിത രാജ്യങ്ങളിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി വിദഗ്ധരായ ആളുകൾ പറയുന്നത് 1 ഡീപോപ്പുലേഷൻ, 2 ഇൻക്രീസിങ് ഓഫ് ഏജിങ് പോപ്പുലേഷൻ, 3 അവിടെ വർക്ക് ഫോഴ്സ് ഇല്ല, ഇങ്ങനെ 4 ഏജിങ് പീപ്പിൾ കൂടുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി കൂടുതൽ റിസോഴ്സ് ഗവൺമെൻറ്റിന് ഉപയോഗിക്കേണ്ടി വരും. സോ അവിടെ ഗവൺമെൻറ് ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഇങ്ങനെ തുടങ്ങി അനവധിയായ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട്, കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ കുടിയേറ്റത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ ആശങ്കപ്പെടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വ്യത്യസ്തങ്ങളായ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ആളുകൾ യൂറോപ്പിൽ വന്നിട്ടുണ്ടാകാം. അവരൊക്കെയും കുടിയേറുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട്, കുടിയേറ്റത്തിനെതിരായ സമരങ്ങൾ ചെയ്തുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രക്ഷോഭത്തിലുണ്ടാകാം. ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ നിലവിൽ തന്നെ ഇപ്പോൾ ഫിൻലൻഡിലെ TFR റേറ്റ് എന്ന് പറഞ്ഞാൽ 1.3 ആണ്. ഉക്രൈൻ എടുത്താൽ 1 ആണ്. സ്വീഡൻ എടുത്താൽ 1.5 ആണ്. UK 1.6 ആണ്.
അവിടെ നിലവിലത്തെ സാമൂഹിക സാംസ്കാരിക അവസ്ഥ തുടരുകയാണെങ്കിൽ അവിടുത്തെ ഫാമിലികൾ, കുടുംബങ്ങൾ കൂടുതൽ ശിഥിലമാവാനും ഡീപോപ്പുലേഷൻ റേറ്റ് കൂടുതലാകാനുമാണ് സാധ്യത. അങ്ങനെ വന്നാൽ അവിടെ വർക്ക് ഫോഴ്സിലേക്ക് ജോലി ചെയ്യേണ്ട ആളുകൾ കൂടുതലായി ആവശ്യമായി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുടിയേറുന്ന ആളുകൾക്ക് അതൊരാശങ്കയായി വരാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമാനമായി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും അതേപോലെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഡീപോപ്പുലേഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള വിഭവങ്ങൾ കേന്ദ്ര സർക്കാർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും തരുന്നില്ല, എല്ലാം കേന്ദ്രം ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ കൊടുക്കുകയാണ് എന്നത് തുടങ്ങി അനേകം രാഷ്ട്രീയമാനമുള്ള ഒരു പ്രശ്നമായി ഈ ഡീപോപ്പുലേഷൻ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, രണ്ട് കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത്, ഈ ഡീപോപ്പുലേഷൻ ഇല്ലാതെയാക്കാൻ വേണ്ടി അനവധിയായ പദ്ധതികൾ ഓരോ യൂറോപ്പിലെ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി ജനിച്ചാലുടനെ $150 അല്ലെങ്കിൽ $1500, കുട്ടികൾ ജനിക്കുന്നതിനനുസരിച്ച് അവർക്ക് വീടിനും സ്ഥലത്തിനും സബ്സിഡി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് കൊടുക്കുക തുടങ്ങി നിരവധിയായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നിലും ഈ പറയുന്ന എന്താ പറയുക, ഏക വ്യക്തി അധിഷ്ഠിതമായ സംസ്കാരം ആഴ്ന്നിറങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊന്നും അവിടെയുള്ള യുവതിയുവാക്കളെയോ ജനങ്ങളെയോ ഒരു തരി പോലും സ്വാധീനിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും അവിടെ ഡീപോപ്പുലേഷൻ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജപ്പാനിൽ ഗവൺമെൻറ് ആണും പെണ്ണും തമ്മിലൊന്ന് സൗഹൃദം നടത്താൻ, അവർ വിവാഹം കഴിക്കാൻ വേണ്ടി ഡേറ്റിംഗ് ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഡേറ്റിംഗ് ആപ്പ് ഗവൺമെൻറ് പുറത്തിറക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ചെയ്തിട്ടും ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ് മാറാതെ ഡീപോപ്പുലേഷൻ റേറ്റിൽ കുറവുണ്ടാകുമെന്നുള്ള കാര്യം സംശയമാണ്. ലോകത്ത് ഇനി ഇത്തരം പ്രശ്നങ്ങൾ വ്യാപകമായി നമ്മൾ ഈ പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്ത്യ, കേരളമൊക്കെ ഈ ഡീപോപ്പുലേഷൻ്റെ പ്രതിസന്ധികളിലേക്ക് വരും. അതുകൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ മുന്നേറ്റം, നമ്മുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കണം. ഇനി ഇങ്ങനെ ഈ ഡീപോപ്പുലേഷൻ എല്ലാ നിലയ്ക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ഈ പറയുന്ന വിനാശകരമായ അരാജക ജീവിതം അല്ലെങ്കിൽ ഉദാരമായ ലൈംഗികത പോലെയുള്ള ആശയങ്ങൾ കൊണ്ടെത്തിക്കുക ഇത്തരം കാര്യങ്ങളിലാണെന്ന് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ ജാഗരൂകരായി നമ്മൾ സാമൂഹികമായ ഇടപെടൽ വർദ്ധിപ്പിക്കുകയും കുടുംബ ബന്ധം നിലനിർത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയും കുടുംബം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടമായ കാര്യമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ നമ്മെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തും. ഡീപോപ്പുലേഷൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ലോകരാജ്യങ്ങളൊക്കെ, വികസിത രാജ്യങ്ങളെന്ന് പറയുന്നവരും പുരോഗമന രാജ്യങ്ങളെന്ന് പറയുന്നവരൊക്കെ അത് തിരിച്ചറിയുന്നു എന്നൊരു ഘട്ടം വരുമ്പോഴും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും, കുടുംബം പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിലീജിയൻ, മതം എന്ന് പറയുന്നത്. മതം എന്താണ്, പ്രത്യേകിച്ചും ഇസ്ലാം ഇതിനകത്ത് മുന്നോട്ട് വെക്കുന്നത് എന്ന് വളരെ ചുരുങ്ങിയൊരു സമയത്ത് പറഞ്ഞുകൊണ്ട് ബാക്കി ഒരു 5 മിനിറ്റ് നമുക്ക് ഡിസ്കഷൻ ആവശ്യമാണെങ്കിൽ അതിലേക്ക് കടക്കാൻ തോന്നും. നമ്മുടെ മൗലികമായിട്ട് ഇതിൻ്റെ അടിസ്ഥാനപരമായി നമ്മുടെ ഈ ഒരു ആധുനിക കാലത്ത് ഉയർന്നു വന്ന എല്ലാ ഡിസ്കഷൻ്റെയും ബേസ് എന്ന് പറയുന്നത് സാമുവൽ പി ഹണ്ടിങ്ടൻ്റെ പ്രസിദ്ധമായ ക്ലാഷസ് ഓഫ് സിവിലൈസേഷന് ശേഷമുള്ള ഒരു ലോകക്രമം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലോകത്തിന്
പ്രശ്നമുള്ള ഒരു അത് കൃത്യമായി വ്യക്തമായിട്ടുള്ള ഒരു വീക്ഷണങ്ങളുള്ള ജീവിതത്തിൻ്റെ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതവും സാമ്പത്തികവും സാംസ്കാരികവുമായി ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഒരു ദർശനമുള്ളത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് തന്നെയാണ് സാമുൽ പി ഹണ്ടിൻ്റെ കൃത്യമായി ഇത് പറഞ്ഞത്. ഇനി നടക്കാൻ പോകുന്ന ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ്റെ ഒരു ഭാഗത്ത് ഇസ്ലാമും മറുഭാഗത്ത് ഈ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ പറയുന്ന നിയോ ലിബറലിസ്റ്റ് കൾച്ചറായിരിക്കും എന്ന് പറയാൻ കാരണം. മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലരും ആവേശത്തോടു കൂടി പാടിയിട്ടുള്ള ദർവേഷിൻ്റെ കവിതയിൽ നമുക്ക് കാണാൻ പറ്റും. സജ്ജിൽ അറബിയുൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന 4ാമത്തെ വരി പറയുന്നത് അതുഫാലി സമാനിയ സയ്യത്തി അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതായത് 3ാമത്തെ 4ാമത്തെ ലൈനിലേക്ക് കടക്കുന്നത് എനിക്ക് 8 കുട്ടികളുണ്ട്. 9ാമത്തെ കുട്ടി ഈ ഒരു സമ്മറിന് ശേഷം 9ാമത്തെ കുട്ടി പ്രസവിക്കും. അൽ തഗ്ലബ്, നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതായത് ഈ ഒരു ചെക്ക് ചെയ്യാൻ വന്ന യൂറോപ്യൻ രാജ്യത്തെ പട്ടാളക്കാരനോട് പറയുന്ന ഒരു കവിതയാണല്ലോ അത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു 2 ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ് നമ്മൾക്ക് അതിനുശേഷമുള്ള എല്ലാ ചർച്ചകളും നടക്കുന്നത് കാണാറുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി സൂറത്തുൽ ഇസ്രായേലിലെ 17ാമത്തെ സൂറത്താണ് വിശുദ്ധ ഖുർആനിലെ 31ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ കൊല്ലരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഡീപോപ്പുലേഷന് വേണ്ടി ശ്രമിക്കേണ്ടതില്ല. കാരണം ദാരിദ്ര്യത്തെ ഒരു പേടിക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും ഒരു മനുഷ്യന് വിശ്വാസിക്ക് വേണ്ടതില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. കാരണം ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്, പടച്ച റബ്ബാണ്. അതുകൊണ്ട് അങ്ങനൊരു അമിത ഭയം നമുക്കൊരിക്കലും ആവശ്യമില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ച മാൽത്തൂസിന് ശേഷം നമ്മളിങ്ങനെ ശ്രമിച്ച് പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടി എന്തൊക്കെ ന്യായം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചരിത്രപരമായി നമ്മുടെ ഈ ഇതുവരെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അതൊക്കെയും തെറ്റായിരുന്നു എന്ന് ലോകം തിരിച്ചറിയാണ്. ഇവിടെ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള എല്ലാ ഇസങ്ങളും അല്ലെങ്കിൽ എല്ലാ കാഴ്ചപ്പാടുകൾക്കും അവൻ്റെ കാലത്തിൻ്റെ, അവൻ്റെ സമയത്തിൻ്റെ, അവൻ്റെ വായനയുടെ, അവൻ്റെ വളരെ കേവലമായ യുക്തികളുടെ പരിമിതി ഉണ്ടാവും. ആ പരിമിതിയിൽ ഉയർന്നു വരുന്ന ആശയങ്ങൾ, അത്തരം ചിന്തയിൽ വരുന്ന കാഴ്ചപ്പാടുകൾ, അത് ലോകത്തെ മുഴുവൻ ജനങ്ങളും അത് അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അങ്ങനെ ചെയ്യുമ്പോൾ വലിയ അപകടങ്ങളിലേക്കാണ് സമൂഹം എക്കാലത്തും ചെന്നിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴും നമുക്ക് ജെൻഡർ പൊളിറ്റിക്സിന് വേണ്ടി വാദിക്കുന്നവരോടും, ഫാമിലി വേണ്ട എന്ന് പറയുന്നവരോടും, മാരേജ് വേണ്ട, കല്യാണം വേണ്ട എന്ന് പറയുന്നവരോടും, കുട്ടികൾ വേണ്ട എന്ന് പറയുന്നവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ആത്യന്തികമായി നിങ്ങളെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യകുലത്തിനോടാണ് തെറ്റ് ചെയ്യുന്നത്, നമ്മളെയാണ് നശിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിവുണ്ടാവുക. ഈ ഒരു അധ്യാപനാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. 3 മിനിറ്റ് സമയമുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വേഗത്തിൽ ചോദിക്കാം. വളരെ 1-2 ക്വസ്റ്റ്യനാണ് സാധ്യത. ഇവിടെ മാൽത്തൂസിയൻ തിയറിയുടെ ഒരു ഡിമെറിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ കിഷോർ കുമാർ സാറിന് എല്ലാവർക്കും അറിയുണ്ടാവും, മരിച്ചുപോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ കേരള എന്ന് പറയുന്ന പ്രസ്ഥാനം സ്ഥാപിച്ചെടുക്കുന്ന ഒരു ന്യായമായിട്ട് പറയുന്നത്, ഈ ജനസംഖ്യ കൂടുന്നതിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ആരൊക്കെയോ കാരണം ഭൂമിയിലേക്ക് പിറവിയെടുത്ത് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു കാര്യം. ഇനി എം മുകുന്ദൻ്റെ ഡൽഹി ഗാഥയാണെങ്കിലും ഡൽഹിയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ പെറ്റുകൂട്ടിയവർ സമൂഹത്തിൽ കിടന്ന് മരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാധനം പറയുന്നുണ്ട്. വിനിതേ സാറ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ, കിഷോർ സാറിന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ 2 പുരുഷന്മാർ ചുംബിക്കുമ്പോൾ, ഒരു മലയാളി ഗെയുടെ ആത്മകഥകൾ, അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലൊക്കെ പറയുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി വിവാഹ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടക്കുമ്പോഴേക്ക് അവൻ സ്വമേധയാ തടവറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ള, അവൻ്റെ ശാരീരികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇതിലേക്ക് അടിമപ്പെടുത്തി കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ പറയാം, ഇത്ര കുട്ടികളുള്ള ആളുകൾക്ക് എത്തരത്തിലാണ് സാമ്പത്തിക അധ്വാനം എന്നുള്ളത് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അവരുടെ സന്തോഷം എത്രത്തോളമായിരിക്കും, അവരുടെ സാമൂഹിക ഇടപെടൽ എത്രത്തോളമായിരിക്കും.
ഇന്ന് നമ്മൾ റീലുകളിലാണെങ്കിൽ പോലും കാണുന്നൊരു വസ്തുതയാണ് വിവാഹം കഴിച്ചാൽ പിന്നെ ഓനൊരു പൊതുമധ്യത്തിലേക്ക് കിട്ടൂല എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ നിലനിരിക്കെ, ഇപ്പോൾ നിങ്ങൾ ജപ്പാനിലെ കുറേ പറഞ്ഞു, മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞു, ഇന്ത്യയിലേക്ക് വരുമ്പോൾ തൊഴിലില്ലായ്മ ഇങ്ങനെ ഒരു പ്രശ്നമായിരിക്കെ തന്നെ എത്തരത്തിലാണ് നമ്മളിങ്ങനെ പോപ്പുലേഷനെ ഒരു പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ളത്. ഇപ്പോൾ മലപ്പുറത്തിൻ്റെ ഇപ്പോൾ ഓവർ പെറ്റുകൂട്ടുന്നവർ എന്ന് പറയുന്നൊരു പ്രസ്താവന നമ്മൾ വൈറലാക്കിയത് വിവാദമാക്കിയ ആളുകളൊക്കെ തന്നെയാണ്. ഈ നാട്ടിൽ തന്നെയാണ് വിദേശ നാടുകൾ ആശ്രയിച്ചു പോകുന്ന ആളുകളുള്ളത്. അപ്പോൾ ഇത് ഓവർ പോപ്പുലേഷൻ്റെ ഒരു പ്രശ്നമല്ലേ, ഡീമെറിറ്റ് ആയിട്ട് വരില്ലേ? തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വലിയ പ്രശ്നം ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ലേ? നിങ്ങൾ പറഞ്ഞു ഉൽപ്പാദനം കൂടുന്നുണ്ടെന്നുള്ളത്. ബേസിക് സസ്റ്റൈനബിലിറ്റി എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ബിസിനസ് എന്ന് പറയുന്നത് ട്രെൻഡായി മാറി, പക്ഷെ എത്രത്തോളം ആളുകൾ മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ തെരുവിൻ്റെ ഡൽഹിയെക്കുറിച്ചിട്ട് വിശദീകരിക്കുന്ന ഏതൊരു പുസ്തകത്തിലും ഓൾഡ് ഡൽഹിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും ആരൊക്കെയോ പെറ്റുകൂട്ടിയ ആളുകൾ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചുരുക്കി പറഞ്ഞാൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വലിയ പ്രശ്നം മുന്നിരിക്കെ തന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ വിഷയത്തെ ഒന്ന് വിലയിരുത്തുക. ഞാൻ 1-2 വാക്കുകൾ പറഞ്ഞിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തോളാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇവിടെ വിഭവങ്ങളുടെ അല്ലെങ്കിൽ ഭക്ഷ്യോൽപാദനങ്ങളുടെ പ്രശ്നമല്ല ദാരിദ്ര്യം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. മറിച്ച് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലെ പ്രശ്നമാണ്. അനിയന്ത്രിതമായ അല്ലെങ്കിൽ അൺഈക്വലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ലോകക്രമത്തിലുള്ള പ്രശ്നം. വളരെ ചുരുങ്ങിയ ആൾക്കാരുടെ കയ്യിലാണ് കൂടുതൽ നമ്മുടെ വിഭവങ്ങൾ ഉള്ളത് എന്നുള്ളത്. ശരിക്കും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ലോകക്രമത്തിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഈക്വൽ നിർബന്ധമായിട്ടും ഡിസ്ട്രിബ്യൂഷൻ, ഈ പല തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ വിഭവങ്ങളുടെ വിതരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് സാധ്യമാക്കണം എന്നാണ് ഒന്ന്. പിന്നെ നമ്മൾ ഈ മെട്രോപൊളിറ്റൻ സിറ്റികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതും ഈ ശരിക്കും പറഞ്ഞാൽ അവിടെ സംഭവിച്ചിട്ടുള്ളതും ഒരു ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ്റെ, നമ്മൾ ഏത് ലോകത്തുള്ള ഒരു സിറ്റി എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും ആ സിറ്റിയിൽ നിങ്ങൾക്ക് പോയാൽ, ഇപ്പോൾ ബാംഗ്ലൂർ സിറ്റി ഫോർ എക്സാമ്പിൾ എടുക്കുക, അവിടെ സിറ്റി പോയാൽ അനേകം ഫ്ലാറ്റുകൾ ഫ്രീ ആയി അവിടെ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ തൊട്ടപ്പുറമുള്ള ചേരിയിൽ കുറഞ്ഞ സ്ഥലത്ത് അനേകം പേര് ജീവിക്കുന്നുണ്ടാവും. അവർക്ക് താമസിക്കാനുള്ള ഇടം, സുഖസുന്ദരമായി താമസിക്കാനുള്ള ഇടം ആ നഗരത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ നമ്മൾ ഇന്ന് ലോകത്തിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നം. അതല്ലാതെ നമ്മുടെ വിഭവങ്ങളുടെ കുറവോ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ പ്രശ്നമോ അല്ല അത് ഇതേ സാധനം തന്നെ ഗാന്ധിജിയും പറഞ്ഞു. നമ്മുടെ ഈ പ്രകൃതിയിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ അനേകം തീർത്തുണ്ട്. പക്ഷേ നമ്മുടെ ആർത്തി, മനുഷ്യൻ്റെ ആർത്തിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരിക്കലും കഴിയും. ഇത് ഗാന്ധിജി ഇന്ത്യൻ കോൺടസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ത്യൻ കോൺടസ്റ്റിൽ നമ്മൾ ശരിക്കും ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഇന്ത്യൻ കോൺടസ്റ്റിൽ തന്നെ പറഞ്ഞതാണ്. 1901 ഇന്ത്യയിൽ 24 കോടി ജനങ്ങളുണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു നമ്മൾ ഈ പോപ്പുലേഷനെ കുറിച്ച് പറയുന്നവർ തന്നെ പറയുന്ന ഒരു ക്രൈറ്റീരിയയാണ് ആയുർദൈർഘ്യം. ആയുർദൈർഘ്യമാണ് ഒരു ക്രൈറ്റീരിയ എന്നുള്ളത്. അപ്പോൾ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ 1901 ഇവിടെ ഉണ്ടായിരുന്നത് 23 കോടി ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ആൾക്കാരുടെ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ നോർമലി 24 ആയിരുന്നു. പക്ഷേ അത് 2000 വരുമ്പോൾ 102 കോടി ആകുമ്പോഴേക്ക് ഇവിടെ അവരുടെ 62 ആയി മാറി. അപ്പോൾ നമ്മൾ ഈ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന രോഗങ്ങൾ കൂടും, അല്ലെങ്കിൽ ദാരിദ്ര്യം കൂടും. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കുറേ തെറ്റുധാരണകളാണ് എന്നാണ് പറയാനുള്ളത്. അത് തൊഴിലില്ലായ്മയുടെ കാര്യമാണെങ്കിലും പിന്നെ മൈഗ്രേഷൻ എന്തുകൊണ്ടത് നമ്മളിപ്പോൾ ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ടല്ല മൈഗ്രേഷൻ ചെയ്യുന്നത്. അവിടെ നമുക്കൊന്നുകൂടി ഒരു ഗ്ലോബൽ സിറ്റിസൺ ആവാനുള്ള, ഇപ്പോൾ കേരളത്തിൻ്റെ കോൺടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, മൈഗ്രേറ്റ് ചെയ്യുന്ന വരുന്നുണ്ട്. ഇവിടുന്ന് ആൾക്കാർ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പം ഇത് ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ട് എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്, മറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനാണ് ആൾക്കാർ കൂടുതലായിട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ യൂറോപ്പാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളാണൊക്കെ. ശരിക്കും യൂറോപ്പിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നത് തന്നെ ആ രാജ്യങ്ങളിലുള്ള ഡീപോപ്പുലേഷൻ്റെ കോൺസിക്വൻസസ് കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ അവർ കുടിയേറ്റത്തെ അവർ രാഷ്ട്രീയമായി ഇല്ലാതെയാക്കാനുള്ള വ്യത്യസ്ത ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ശരിയാണ്.
പക്ഷേ ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും അവിടുത്തെ ഡീപോപ്പുലേഷൻ വർദ്ധിക്കുകയും നമ്മുടെ വർക്ക് ഫോഴ്സ് ഇല്ലാതെയാവുകയും ഇവിടുന്ന് കൂടുതൽ ആളുകളുടെ അവസരം കിട്ടുകയാണ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ലോകത്തെ ഏറ്റവും വലിയ വിഭവശേഷി എന്ന് പറയുന്നത് മനുഷ്യ വിഭവശേഷിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം കാശ്മീരിലും ഇറാനിലും മാത്രം കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു ഇതാണെന്ത്, എൻ്റെ പേരെന്താ, സാഫ്രോൺ. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് വയനാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? എയറോപോണിക്സ് വെച്ച് സാഫ്രോൺ എന്ത് ചെയ്തു? വിളവെടുത്തു. ഞാൻ പറയാണ്, പ്രൊഡക്ഷൻ്റെ ഒരു ഉദാഹരണം പറയാണ്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിന് വ്യത്യസ്തങ്ങളായ അനേകം സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ റീഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ചെയ്യേണ്ട കാര്യം. അതിന് പകരം സൊസൈറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് മറ്റെന്തിലേക്ക് വ്യാപൃതരാകുമ്പോൾ ഈ ആളുകൾ വ്യത്യസ്തങ്ങളായി അവർക്കൊരു ഓറിയൻറ്റേഷൻ ഇല്ലാതെ പോകുന്നുള്ള പ്രശ്നമാണല്ലോ. അതല്ലാണ്ട് ഇവിടെ തൊഴിലില്ലാത്തതിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ പ്രശ്നമോ അല്ല. ഇനിയൊരു കാര്യം പറയാം. ഇന്ത്യ 2050 നിലവിലെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് വെച്ച് ഇന്ത്യ ഗ്രോത്ത് റേറ്റ് ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, സമ്പത്ത് വ്യവസ്ഥയുടെ വലിപ്പമല്ല, ഗ്രോത്ത് റേറ്റ് ഇന്ത്യ 3-ാം സ്ഥാനത്ത് വരുമെന്നാണ് പറയുന്നത്. ഇന്ത്യ എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ മറികടക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിലവിലത്തെ ഇന്ത്യയുടെ പോപ്പുലേഷനും മറ്റ് ഈ പറയുന്ന ജർമ്മനി പോലെ ഫ്രാൻസ് പോലെ ഉള്ള രാജ്യങ്ങളുടെ പോപ്പുലേഷനും വെച്ച് നോക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഡീപോപ്പുലേഷൻ കുറവാണ്, ഇന്ത്യയുടെ വർക്ക് ഫോഴ്സ് കൂടുതലാണ്, മറ്റ് രാജ്യങ്ങളുടെ വർക്ക് ഫോഴ്സ് കുറവാണ്. ഇപ്പോൾ ആദ്യത്തെ 10-ലുള്ള രാജ്യമാണ് ഫ്രാൻസ്. 2050 ഫ്രാൻസ് പുറത്തു പോകും. പ്രധാനപ്പെട്ട കാരണം ഏജിങ് ആൻഡ് ഡീപോപ്പുലേഷനാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മനുഷ്യ വിഭവശേഷിയാണ് ലോകത്തുള്ള എല്ലാ വിഭവശേഷിയേക്കാളും ഏറ്റവും പ്രധാനം. അത് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യനെ നാം ഭൂമിയിലേക്ക് അയച്ചത് എന്ന് തുടങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ലോകത്തെ ഏറ്റവും വലിയ വിഭവശേഷി മനുഷ്യനാണ്. ആ മനുഷ്യന് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കഴിയും. അയാൾക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറേ ആളുകൾ കൃഷി ചെയ്യാൻ കഴിയും, പക്ഷെ നമ്മൾ കൃഷി ചെയ്യുന്നില്ലല്ലോ. ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഓരോ മനുഷ്യനും സാധ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് അവരെ ഫോക്കസ് ചെയ്യിപ്പിക്കുക, ഡയറക്റ്റ് ചെയ്ത് വിടുക, അവരുടെ മനുഷ്യോപശേഷിയുടെ മാക്സിമം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരു ആൾ പോലും പെറ്റുകൂട്ടുക എന്ന് പറയുന്ന പ്രയോഗം പോലും ശരിയല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന സാഹിത്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ കാൽപ്പനികമായി അവതരിപ്പിക്കപ്പെടുന്ന ടേംസിനെ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെപ്പോലും നമ്മൾ പൊളിറ്റിക്കലി അനലൈസ് ചെയ്ത് മാത്രമേ മനസ്സിലാക്കാവൂ. അതുപോലും അവരുടെ ഈ പെറ്റുകൂട്ടുക എന്നുള്ള പ്രയോഗം പോലും അവരുടെ ഈ എന്ത് പറയുക, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ലിബറൽ ഡെമോക്രാറ്റിക് ഇൻഡിവിജ്വലിസ്റ്റിക് ആശയങ്ങളിൽ നിന്ന് അവരിൽ രൂപപ്പെട്ട ഒരു ധാരണയിൽ നിന്ന് അവർ പുറത്തു വരുന്ന വാക്കുകളാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണമെന്നാണ് പറയാറ്. കൂട്ടത്തിലിങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്നൊരു സാധനം എനിക്ക് തോന്നിയതാണ്, ഈ ഫാമിലി ലൈഫ് എന്നുള്ള ബന്ധന എന്നുള്ള ഒരു അല്ലേ, നിങ്ങളൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന ഹെൻറി ഗിബ്സൻ്റെ ഒരു നോവല്, ആ ഡ്രാമയിൽ നോറ ചെയ്യുന്നത് ഹസ്ബൻഡ് ഡോളായിട്ട് ജീവിക്കാൻ ഒരു പാവയായിട്ട് ജീവിക്കാൻ വയ്യ, അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ജോലി വേണം, സ്വന്തമായിട്ട് ജീവിതം വേണം എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോയ ശേഷം ആ ലേഡിക്കുണ്ടായ ഒരു അവസ്ഥ അതിൽ പറയുന്നുണ്ട്. പിന്നെ ആ സമ്പാദിക്കുന്നത്, കാരണം ഭർത്താവിനെയും കുട്ടികളൊക്കെ ഒഴിവാക്കി, പിന്നെ ഞാൻ സമ്പാദിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ള. അപ്പോൾ മനുഷ്യൻ്റെ ബേസിക് സൈക്കോളജി എന്ന് തന്നെ പറയുന്നത് നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്, നമ്മൾ സമ്പാദിച്ചിട്ട് ആർക്കും കൊണ്ടുകൊടുക്കാൻ ഉണ്ടെങ്കിലാണ്. അല്ലെങ്കിൽ ഇതിന് ഈ ബന്ധനം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ട് അതിനെ ഒരു ചതിക്കാൻ വേണ്ടി പറയുന്ന പ്രയോഗമാണ്. ശരിക്കും നമ്മളത് ആസ്വദിക്കുക ചെയ്യുന്ന ആ കഷ്ടപ്പാടുകൾ. അങ്ങനെ അപ്പോഴേ ലൈഫിനൊരു അർത്ഥമുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ മറ്റേതെന്താണെന്ന് വെച്ചാൽ ശരിക്കൊരു ചതിയാണ്, നിങ്ങൾക്കിത് ബന്ധനാണ്, അത് പ്രശ്നമാണ്, വിവാഹം ബന്ധനാണ്, ഈ ഒരു ടേമൊക്കെ മനഃപൂർവ്വം നമ്മളെ വഞ്ചിക്കുന്നതാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. എന്നോട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഫെമിനിസത്തിൽ ഏറ്റവും റാഡിക്കലായി അഭിപ്രായം പറയുന്ന ആളാണ് സിയമോ ദി മോഗെ. അവർ ഉന്നയിച്ചൊരു കാര്യം, വളരെ പ്രധാനമായൊരു പറഞ്ഞൊരു കാര്യം, പ്രസവിക്കുക എന്നുള്ളതും വിവാഹം കഴിക്കുക എന്നുള്ളതും കുട്ടികളെ പോറ്റുക എന്നുള്ളതും ഒരു സ്ത്രീ ഏറ്റെടുത്താൽ
അവൾ അവളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഏറ്റെടുത്തു, അവളുടെ ജീവിതം നരകമായി എന്ന് പറഞ്ഞ ആശയം ലോകത്ത് പറഞ്ഞയാളാണ് അവർ. പക്ഷെ അവർ ഒരു ഉദാര ലൈംഗികമായ ജീവിതം നയിച്ചു, അവർ അടിച്ചു പൊളിച്ച് ഡേറ്റിങ്ങുമായി മുമ്പോട്ട് പോയി. പക്ഷേ അവർ 35 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ 36-37 വയസ്സിലായപ്പോഴേക്കും അവർക്ക് അവരുടെ കൂടെ ബോയ് ഫ്രണ്ടുമാർ ആരും ഉണ്ടായിരുന്നില്ല. അവർ ചെല്ലുന്നവരൊക്കെ അവർ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ധാരാളം സ്ത്രീകളുടെ അനുഭവങ്ങൾ, ആത്മകഥകൾ വന്നിട്ടുണ്ട്. അവസാനം അവർ പറയുന്നുണ്ട്, ഞാനൊരു അമ്മയാകാൻ എൻ്റെ മനസ്സിപ്പോൾ എന്നോട് കൊതിക്കുന്നു. ശരിക്കും ഉസ്താദ് പറഞ്ഞതുപോലെ ഇതൊക്കെയും ബന്ധനങ്ങളും ഇതൊക്കെയും ബാധ്യതകളാണെന്ന് മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരെ വഞ്ചിക്കുകയും അവർക്കുണ്ടാകേണ്ടിയിരുന്ന ഒരു സ്വാഭാവികമായ സന്തോഷകരമായ ജീവിതത്തെ എടുത്തുമാറ്റി ശരിക്കും സ്ത്രീ ജീവിതങ്ങളെ പരമാവധി ചൂഷണം ചെയ്ത് അവളുടെ ശരീരത്തെയും സൗന്ദര്യത്തെയും ധാർമ്മികമല്ലാത്ത നിലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്തരം ആശയങ്ങളിൽ സംഭവിച്ച പോരായ്മ. അതിനെക്കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഇടപെടുക തന്നെ വേണം.